ഹലോ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എസ് ഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ എസ് ഡി എന്താണെന്നും അതിന് മുന്നേ ഇൻഡന്റേഷനെ പറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇൻഡന്റേഷൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ള എസ്ഡ എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന്, മെക്കാനിക്കൽ പാർട്സ് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എസ് ഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് എസ് ഡി എങ്ങനെയാണ് ഫോറൻസിക്കിൽ അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ്. അതിനുശേഷം നമ്മൾ വെക്കുന്ന ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് നേച്ചർ എങ്ങനെയായിരിക്കണമെന്നും, അതേപോലെ തന്നെ ഇമേജ് ഫിലിം ഉദ്ദേശം എന്താ, ഇന്നലെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈലാർ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോളിമർ അല്ലെ, ഇതിന്റെ നേച്ചർ എങ്ങനെയായിരിക്കണമെന്നും അതേപോലെ തന്നെ അനാലിസിസ് ചെയ്ത് ഡോക്യുമെന്റ് എങ്ങനെ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് പ്രൊസീജിയറിലോട്ട് പോവാം. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് ദ പേപ്പർ ഓർ ദി എവിഡൻസ്. ഈ പേപ്പർ ഓർ ദി എവിഡൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, സസ്പെക്ടഡ് ഓഫ് ഹാവിംഗ് ഇന്ത്യൻ റൈറ്റിംഗ് ഈസ് ഹ്യൂമിഡിഫൈഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദി പ്ലേറ്റ് സർഫസ് ആൻഡ് കവേർഡ് യൂസിങ് എ ട്രാൻസ്പാരന്റ് ഷീറ്റ്. ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എടുക്കുക, ഹ്യൂമിഡിഫൈ ചെയ്യുക, പ്ലേറ്റ് സർഫസിൽ വെക്കുക. പ്ലേറ്റ് സർഫസിലാണ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് വെക്കുക എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആൻഡ് കവേർഡ് യൂസിങ് എ ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് ഷീറ്റ്. പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ മൈലാർ ഷീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോളിമർ ഷീറ്റ്. ഓക്കെ, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക മൈലാർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. അതായത് അതിനുശേഷം എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വാക്വം ചേമ്പറിൽ ആ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് പ്ലേസ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ടിങ്ങിൽ, അതായത് എസ്ഡ ഇൻവെന്റ് ചെയ്ത സമയത്ത് വാക്വം ചേമ്പർ സെപ്പറേറ്റഡ് ആയിരുന്നു. അതായത് ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് ഈ പറഞ്ഞ പ്ലേറ്റിനും റീൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഒരു സെറ്റും, അതേപോലെ തന്നെ വാക്വം ചേമ്പർ സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷെ എസ്ഡ 2 എന്ന് പറയുന്ന മോഡിഫൈഡ് ഇൻസ്ട്രുമെന്റിൽ വാക്വം ചേമ്പർ ഇൻബിൽഡ് ആണ്. അതായത് എല്ലാം ഒന്നിനാണ്, ഒരു സെറ്റ് പോലെയാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഹ്യൂമിഡിറ്റി ലെസ് ദാൻ 60%. അതായത് 60%ന് മേളിൽ ഹ്യൂമിഡിറ്റി കൂട്ടാൻ പാടില്ല. കാരണം 60% മേളിൽ കൂടിക്കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഡക്റ്റൈൽ ആവും, അതായത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലെസ് ദാൻ 60% ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇസ് ഇമ്പാക്റ്റഡ് ടു ദ പോളിമർ ഷീറ്റ് അല്ലെ. ഇന്നലെ പറഞ്ഞ പോലെ ഇത് നമ്മളെ പ്ലേറ്റ് സർഫസ് ആണ്. ഓക്കെ, അതിന്റെ മുകളിൽ ഇമേജറിയിൽ ഹോൾഡർ വെച്ചു, അതായത് നമ്മൾ പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ മൈലാർ ഷീറ്റ് വെച്ചു. അതിന് മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വാൻഡ് അല്ലെ. ഇന്നലെ പറഞ്ഞ പോലെ വാൻഡ് ആണ് കൊടുക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു മെയിൻ പാർട്ടിൽ. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അതായത് 7 kV ആണ് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സ്റ്റാറ്റിക് എനർജി. അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് എനർജിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്, ടോണർ പൗഡർ അപ്ലൈ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ടോണർ പൗഡർ കേട്ടോ. ബ്ലാക്ക് കളർ പൗഡർ ആണ് ടോണർ പൗഡർ. ഇതിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇത് നെഗറ്റീവ്ലി ചാർജഡ് ആണ് അല്ലെ, നെഗറ്റീവ്ലി ചാർജഡ് ആണ്. ടോണർ പൗഡർ എന്ന് പറയുന്നത് ടോണർ പൗഡർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, ലാമിനേറ്റിംഗ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം. അതായത് പിന്നെ മൊത്തത്തിലൊരു വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമിഡിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഇതാണ് പ്ലേറ്റ്, ഈ ഭാഗം എന്താണ് ഇമേജ് ഫിലി. അതായത് ഇവിടെയാണ് നമ്മൾ ഡോക്യുമെന്റ് വെക്കുന്നത്. ഓക്കെ, ഡോക്യുമെന്റിൽ എന്തുണ്ട്, ഇൻഡന്റേഷൻ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഡന്റേഷൻ മാർക്ക് ഉണ്ട്, അതിനാണല്ലോ അനലൈസ് ചെയ്യുന്നത്. ഇൻഡന്റേഷൻ മാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് വാണ്ട് വഴി സ്റ്റാറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇമേജ് ഫിലിമിൽ നിന്നാണ് നേരെ ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഇമേജ് ഫിലിമിൽ നിന്നാണ് ട്രാൻസ്ഫർ ആവുന്നത്. അതായത് വാൻഡിന്ന് ഇമേജ് ഫിലിമിലോട്ട് പോകും, ഇമേജ് ഫിലിമിൽ നിന്ന് നേരെ ഡോക്യുമെന്റിലോട്ട് പോകും. സോ നമ്മൾ ടോണർ ഇടുന്നത് എവിടെയാ, ഇമേജ് ഫിലിമിന്റെ മേളിലാണ് ടോണർ ഇടുന്നത്. ഓക്കെ,
അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സറൗണ്ടിങ് ഏരിയയിൽ നെഗറ്റീവ് ചാർജും അല്ലെ, സറൗണ്ടിങ് ഏരിയയിൽ നെഗറ്റീവ് ചാർജും അതേപോലെ തന്നെ ഇന്റന്റഡ് ഏരിയയിൽ പോസിറ്റീവ് ചാർജും ആണ്. സോ ടോണർ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജഡ് ആണ് അല്ലെ. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, ഐ മീൻ സ്റ്റാറ്റിക് എനർജി പാസ് ചെയ്യുമ്പോൾ എന്താവും വെച്ച് കഴിഞ്ഞാല് ഇന്റന്റഡ് ഏരിയാസിൽ ഈ ടോണർ പോയിട്ട് അട്രാക്ട് ആവും. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഇമേജ് ഫിലിമിന്റെ മേളിലാണ് ടോണർ ഇടുന്നത്. അതായത് ഡോക്യുമെന്റിൽ നമുക്ക് ഡാമേജ് വരുത്താൻ പറ്റില്ല, റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതേപോലെ തന്നെ ഇമേജ് ഫിലിമിലേക്കാണ് നമ്മൾ ടോണർ ഇടുന്നത്. ആ ടോണറിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് ഇൻഡന്റേഷനിൽ പോയിട്ട് അട്രാക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇൻഡന്റേഷൻ മാർക്ക് റിവീൽ ആവുന്നത്, എന്താണ് എന്നുള്ളത് റിവീൽ ആവുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക. അതായത് ടോണർ റിമൂവ് ചെയ്തു. ആഫ്റ്റർ റിമൂവൽ ഓഫ് ദി ടോണർ എന്ത് ചെയ്യുക, ഫോട്ടോഗ്രാഫ് ചെയ്യുക, അതായത് ഡോക്യുമെന്റേഷൻ ചെയ്യുക. അതായത് നമ്മൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ പാർട്ട് കഴിയുമ്പോൾ ഫോട്ടോഗ്രാഫ് ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോട്ടോഗ്രാഫ് ചെയ്യണം. ഫൈനൽ ആയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു റോളർ ഈസ് യൂസ് ടു മേക്ക് ഇറ്റ് ഈവൻ ആൻഡ് അവോയ്ഡ് എയർ ബബിൾസ്. അതായത് ലാമിനേറ്റഡ് ഷീറ്റ് വെച്ചില്ലേ, ലാമിനേറ്റഡ് ഷീറ്റ് വെച്ചതിന് ശേഷം അതിൽ നിന്ന് എയർ ബബിൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു റോളർ ഉപയോഗിക്കും. ഒരു റോളർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മേലെ കൂടെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യും. റോൾ ചെയ്തിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരും. ഓക്കെ, പിന്നീട് വരുന്നത് ദ ലാമിനേറ്റഡ് ഷീറ്റ് ഈസ് ദെൻ റിമൂവ്ഡ് ആൻഡ് ദ ഡോക്യുമെന്റ് ഈസ് സെപ്പറേറ്റഡ് ലീവിംഗ് ദ ഡോക്യുമെന്റ് അൺഅഫക്റ്റഡ്. റോൾ ചെയ്തു, അതായത് പ്ലേറ്റിംഗ് സർഫസിൽ ഡോക്യുമെന്റ് വെച്ചു, അതിന്റെ മുകളിൽ ഇമേജ് ഫിലിം വെച്ചു, സ്റ്റാറ്റിക് എനർജി അപ്ലൈ ചെയ്തു, ടോണർ അപ്ലൈ ചെയ്തു, ടോണർ അപ്ലൈ ചെയ്ത ഡോക്യുമെന്റ് ചെയ്തു, ഫോട്ടോഗ്രാഫി ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക, ലാമിനേറ്റഡ് ഷീറ്റ് റിമൂവ് ചെയ്തു അല്ലെ. ലാമിനേറ്റ് ഷീറ്റ് റിമൂവ് ചെയ്യുക, ദ ഡോക്യുമെന്റ് സെപ്പറേറ്റ്. അതായത് ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒറിജിനൽ ഡോക്യുമെന്റ് സെപ്പറേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡന്റേഷൻ മാർക്ക് ഇപ്പൊ എവിടെയുള്ളത്, ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ഇമേജ് ഫിലിമിലേക്കാണ്. അതായത് ഇമേജ് ഫിലിം ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈല, ഈ പറഞ്ഞ ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഇതിലാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഇതിലേക്കാണ് ഇൻഡന്റേഷൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അതിനുശേഷം ഇമേജ് ഓഫ് ദ ഇന്റന്റഡ് റൈറ്റിംഗ് ഇസ് ക്രിയേറ്റഡ് ഓൺ ദി പ്ലാസ്റ്റിക് ഫിലിം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈല, ഇപ്പൊ ഓർത്ത് വെക്കണം, അതായത് എനിക്കൊണ്ടിരിക്കുന്നത് റിസൾട്ടിങ് ഇൻ എ ലൈഫ് സൈസ് പാറ്റേൺ ഓഫ് ടോണർ പാർട്ടിക്കിൾസ്. ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടോ, ഇത് വിത്ത് ഫിംഗർ പ്രിന്റ് അടക്കം വന്നു. ഇതൊരു ആപ്ലിക്കേഷൻ ആകട്ടോ, അത് വഴിയെ പറയും. ഫിംഗർ പ്രിന്റ് റിവീൽ ചെയ്യാൻ നമുക്ക് പറ്റും ടോണർ ഫോട്ടോ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് എസ്ഡ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി എസ്ഡയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, എസ്ഡ ഈസ് യൂസ്ഡ് ഫോർ വിഷ്വലൈസിംഗ് ട്രേസ്ഡ് ഫോർജറി. ട്രേസ്ഡ് ഫോർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോപ്പി ഉപയോഗിച്ച് ആ ഫോർജറി അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇതൊരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഡോക്യുമെന്റ് ആണ്. ഇതിൽ ഒരാളുടെ ഒറിജിനൽ സിഗ്നേച്ചർ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ഒരു പേപ്പറിലേക്ക് കോപ്പി ചെയ്യണം. നമുക്ക് ഇതാണ് ആ പേപ്പർ, ഇതാണ് നമുക്ക് വേണ്ട, ഇതാണ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ്, ഇതാണ് പേപ്പർ. ഓക്കെ, എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നടുക്കൊരു പേപ്പർ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഷാർപ്പായ ഒബ്ജക്റ്റ് കൊണ്ട് ഇതിന്റെ മുകളിൽ എഴുതും. അതായത് ഫസ്റ്റ് ലെയർ ഒറിജിനൽ, സെക്കൻഡ് ലെയർ ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേപ്പർ, തേർഡ് എന്താണ്, അല്ലെങ്കിൽ പോട്ടെ, തേർഡ് എന്താണ്, നമുക്ക് കോപ്പി ചെയ്യേണ്ട പേപ്പർ. ഓക്കെ, ഈ ഒറിജിനൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ സിഗ്നേച്ചറിന്റെ മേളിലേക്കൂടെ ജസ്റ്റ് ഒന്ന് എഴുതും. ഇപ്പൊ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പേപ്പറിലോട്ട് അത് ട്രാൻസ്ഫർ ആവും, ഇതിലേക്കും ട്രാൻസ്ഫർ ആവും അല്ലെ, രണ്ടിലേക്കും ട്രാൻസ്ഫർ ആവും. അതാണ് ട്രേസ്ഡ് ഫോർജറി എന്ന് പറയുന്നത്. ഓക്കെ, ട്രേസ് ചെയ്യാന്ന് പറയും. കാർബൺ കോപ്പി ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലല്ലോ. കാർബൺ കോപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ കാർബൺ കോപ്പി ആണെങ്കിൽ ഇതിന്റെ താഴെ അണ്ടർലൈൻ പേജസ് ഉണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും, ഇൻഡന്റേഷൻസ് കോപ്പി ആവും.
ഓക്കെ, ഒരു സർട്ടൻ ലെയർ വരെ കോപ്പി ആവും. അത് അപ്ലിക്കേഷൻസിൽ നമ്മൾ പറയും ഡീറ്റെയിൽ ആയിട്ട്. സോ ഇത് ഓർത്തിരിക്കുക എന്താണ് ട്രേസ്ഡ് ഫോർജറി. ഒന്നാമത്തെ കാര്യം എസ് വിഷ്വലൈസിംഗ് എന്താണ് ട്രേസ്ഡ് ഫോർജറി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് സച്ച് ആസ് എ റാൻസം നോട്ട് may exist that can be determined to be source of the indentation detected on another piece of paper. അതായത് റാൻസം നോട്ട് എന്ന് പറയുന്നത് പേരും ഊരും ഇല്ലാത്ത പേപ്പറാണ് അല്ലെ. എ ലെറ്റർ ആവാം, അല്ലെങ്കിൽ നോട്ട് വിത്തൗട്ട് അഡ്രസ് ആണ്. അതായത് ഊമക്കത്ത് എന്നൊക്കെ പറയില്ലേ, അതാണ് റാൻസം നോട്ട് എന്ന് പറയുന്നത്. റാൻസം നോട്ടിലെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ റാൻസം നോട്ട് ഏത് സർഫസിലാണോ എഴുതുന്നത് ആ സർഫസിന്റെ അണ്ടർലൈൻ ആയ പേജസിലേക്ക് അതിന്റെ ഇന്റഗ്രേഷൻസ് വരും. ആ ഇന്റഗ്രേഷൻ അടക്കം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോഴ്സ് ഓഫ് ഇന്റഗ്രേഷൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് അല്ലേ. ഇപ്പൊ വേറെ പേജിലല്ലേ ഒറിജിനൽ ഡോക്യുമെന്റ് മിസ്സായാൽ അതിന്റെ അണ്ടർലൈൻ പേജസിൽ ആ ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ ആ പേജ് ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും വയ ഇന്റഗ്രേഷൻസ്. ഓക്കെ, ഇനി അടുത്തത് ഡെസിഫറബിൾ ഇന്റഗ്രേഷൻ മേ ഓൾസോ പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ ഈവൻ വെൻ എ സെക്കൻഡ് ഡോക്യുമെന്റ് ഇസ് നോട്ട് പ്രസന്റ് ഓർ കനോട്ട് ബി ഡിറ്റക്റ്റഡ്. ഇവിടെ സെക്കൻഡ് ഡോക്യുമെന്റ് ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്. അല്ലെങ്കിൽ എന്താവാം, അതായത് ഫസ്റ്റ് പേജ് ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്, സെക്കൻഡ് ഫസ്റ്റ് ഇൻഡന്റേഷൻ വന്നു, ഈ പേജ് മിസ്സാണെങ്കിൽ അതിന്റെ താഴെയുള്ള പേജിൽ എന്തുണ്ടാവും, ഇൻഡന്റേഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവീൽ ചെയ്യാൻ പറ്റും യൂസിങ് എസ്റ്റ. അതായത് ചുരുക്കം പറഞ്ഞാൽ അപ് ടു 7 layers ഓഫ് പേജ് വരെ ഇൻഡന്റേഷൻസ് റിവീൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അത് വഴിയെ പറയും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ വിസിബിൾ ഐഡന്റിഫൈബിൾ മാർക്സ് മേ കണ്ടെയ്ൻ വാല്യുബിൾ ഇംപ്രഷൻ എവിഡൻസ് ഇഫ് ദേ വെയർ അണ്ടർനീത്ത് അതർ ഡോക്യുമെന്റ്സ് വെൻ ദ റൈറ്റിംഗ് വാസ് പെർഫോം. അതായത് ഇത് ഡോക്യുമെന്റ് 1, ഇത് ഡോക്യുമെന്റ് 2. ഓക്കെ, ഇതെന്താ ഒരു ചെക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് വേറെ എന്തെങ്കിലും ബില്ലാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഈ ചെക്കിലെ എന്തെങ്കിലും എഴുതുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസർ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് വേറൊരു ഡോക്യുമെന്റിന്റെ മേൽ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇൻഡന്റേഷൻസ് ആ ഡോക്യുമെന്റിൽ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഡന്റേഷൻസ് റിവീൽ ചെയ്യാൻ പറ്റും യൂസിങ് എക്സ്ട്രാ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോ ഇതൊരു വില്ലാണ്. ഓക്കെ, ഞാൻ A4 ഷീറ്റ് റാൻഡം ആയിട്ട് ഒരു A4 ഷീറ്റിൽ എന്തൊക്കെ എഴുതുകയാണ് ബില്ലിന്റെ മേളിൽ വെച്ചിട്ട്, ഈ ഒരു ഡോക്യുമെന്റിന്റെ മേളിൽ വെച്ചിട്ട്. അപ്പം ഇതിന്റെ ഇംപ്രഷൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ നമുക്ക് ഇത് ആവശ്യമുണ്ടോ, ഇല്ല, ഈ ഒരു ഡോക്യുമെന്റ് മതി എസ് ഡേയിലോട്ട്. ഓക്കെ, അത്രയാണ് ആപ്ലിക്കേഷൻസ് പറയുന്നത്. ഈ നേച്ചർ ഓഫ് ദി ഡോക്യുമെന്റ് ആണ്. എന്താണ് നേച്ചർ? ഒന്നാമത്തെ കാര്യം, ദ ഡിവൈസ് വർക്ക്സ് ഓൺലി ഓൺ എ സിംഗിൾ ഷീറ്റ് ഓഫ് ലീഗൽ സൈസ് പേപ്പർ. അതായത് ലീഗൽ സൈസ് എന്ന് പറയുമ്പോൾ A4 ഷീറ്റ് ആവാം, A3 ആവാം, ഇൻ അപ് ടു എൻ എക്സ്റ്റെന്റ്. ഈ രണ്ട് ഷീറ്റിൽ മാത്രമേ എക്സ്ട്രാ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഡോക്യുമെന്റ് എന്തായിരിക്കണം, ലീഗൽ സൈസ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഹെവി ഓർ ഡീപ് ഇന്ത്യൻ റൈറ്റിംഗ് പേപ്പർ ഷുഡ് നോട്ട് ബി ടേക്കൺ ഫോർ എക്സാമിനേഷൻ ബിക്കോസ് എക്സ്ട്രാ ഫേസ് ടു ഡെസിഫർ ഡീപ് ഇന്റർനേഷൻസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ 7 layers വരെ മാക്സിമം അത്ര മാത്രമേ എസ് എന്ത് ചെയ്യൂ, ഡിറ്റക്ട് ചെയ്യുള്ളൂ. ബിയോണ്ട് 7 എന്ത് ചെയ്യില്ല, എക്സ്ട്രാ ഡിറ്റക്ട് ചെയ്യില്ല. അത് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇമേജ് ഫിലിമിന്റെ പെക്യുലാരിറ്റീസ് ആണ്. ഒന്ന്, ഇറ്റ് ഷുഡ് കവർ ദി ഡോക്യുമെന്റ് പ്രോപ്പർലി ആൻഡ് ദ പ്ലാറ്റൻ. അതായത് ഡോക്യുമെന്റും എൻ്റർലി കവർ ചെയ്യണം, പ്ലാറ്റിനും കവർ ചെയ്യണം. ഡോക്യുമെന്റ് അല്ലേ പ്ലാറ്റിനല്ലേ ഡോക്യുമെന്റ് വെക്കുന്നത്. സോ ആ ഡോക്യുമെന്റ് പ്ലാറ്റിൻ എൻ്റർ ആയിട്ട് കവർ ചെയ്യണം. രണ്ടാമത്തെ പെക്യുലാരിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഡ്വെൽ ചെയ്യാൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ഫിലിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത്. മൂന്നാമത്തത്, ടു ഡെൽ ഓൺ എനി വിസിബിൾ ഇന്റന്റേഷൻ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിലെ എന്തെങ്കിലും ഇന്റന്റേഷൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഡ്വെൽ ചെയ്ത് അതിൽ നിന്നും എന്ത് ചെയ്യും, പിന്നെയും ഇന്റന്റേഷൻസ് എന്ത് ചെയ്യും, ഇടും. നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ആണ്. ഇമേജ് ഫിലിമിലാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഫൈനലായിട്ട് പറയാനുള്ള പ്രിസർവേഷൻ ആണ്. നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റേഷൻ, അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അഡ്ഹസീവ് ലിഫ്റ്റ് മെത്തേഡ്. അതായത് ഫൈനലായിട്ട് കിട്ടിയ ഇമേജ് ഫിലിം ഇല്ലേ, ഇൻഡന്റേഷൻ ഇല്ലേ, അതെന്ത് ചെയ്യാം, നമുക്ക് വലിയൊരു അഡ്ഹസീവ് ടേപ്പ്, അതായത് സെലോ ടേപ്പ് അല്ല, അഡ്ഹസീവ് ടേപ്പ് സെലോ ടേപ്പും വേറെ വേറെയാണ്. അഡ്ഹസീവ് ടേപ്പ് വെച്ച് ലിഫ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ എന്താ വെച്ചാൽ സ്കാനിങ് ആണ്. സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്യാം. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി അടുത്തതിലെടുക്കാം.
താങ്ക് യു.